മികച്ച ഉറക്കവും വിശ്രമവും, ബെറ്റർ സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഉറക്കം, വിശ്രമം, ആരോഗ്യത്തിന്റെ അടിത്തറ. ഈ വിശ്രമമാണ് ഉറക്കവും വിശ്രമവുമാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ അടിത്തറ. എല്ലാം അടിത്തറയാണ്, ഒന്നും ചെറുതല്ല. എല്ലാ കാര്യങ്ങളും ഒത്തിരി കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ്, റെഗുലറായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്, ഒത്തിരി കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് കൂടുമ്പോഴാണ് നമ്മൾക്ക് ഹെൽത്തിലേക്ക് എത്താനും നമ്മുടെ ലൈഫ് സക്സസ് ആക്കാനും സാധിക്കുക. ലൈഫ് സക്സസ് എന്ന് പറയുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം. ഊർജം, ശ്രദ്ധ, മനോഭാവം മെച്ചപ്പെടുത്തും. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഊർജം ലഭിക്കുക, ശ്രദ്ധ ഉണ്ടായിരിക്കുക, നമ്മൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കുക, മനോഭാവം മെച്ചപ്പെടുത്താൻ, എല്ലാം നന്നായിട്ട് ഉറങ്ങുകയും നന്നായിട്ട് റിലാക്സ് ചെയ്യാനും സാധിക്കുക എന്നുള്ളത്. സോ സയൻസ് ഓഫ് സ്ലീപ്പ്, ബ്ലോക്കേഴ്സ്, പ്രാക്ടിക്കൽ ഹാബിറ്റ്സ്, അതെല്ലാമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എങ്ങനെ പ്രാക്ടിക്കലി നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും. പല ആളുകളുടെയും ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്ന ഉറക്കമില്ലായ്മ എന്നാണ്. നിന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പല ആളുകളുടെ 50% ആളുകളും പറയുന്നത് ഉറക്കമില്ല എന്നുള്ളതാണ്. ആ ഉറക്കമില്ല എന്നുള്ളത് നമുക്കത് പല ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്ന ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ്. നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്താൽ തന്നെ നമ്മൾക്ക് നമ്മുടെ മനോഭാവത്തിൽ വ്യത്യാസം വരും, നമ്മൾക്ക് സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉത്കണ്ഠ എന്നുള്ള പ്രശ്നം ഉദിക്കാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ മനസമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിന് ആവശ്യമില്ലാതെ വറി ചെയ്യുന്നു? ഭാവി എന്താണ് ആകാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വരുന്നതിനെ നമ്മൾ സ്വീകരിക്കാനും അതിനെ ഫേസ് ചെയ്യാനും നമ്മൾ തയ്യാറായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉത്കണ്ഠയുടെ ആവശ്യമില്ല, ഫിയറിന്റെ ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഫിയർ നമ്മളിൽ നിന്ന് മാറുമ്പോൾ തന്നെ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും. സോ എന്തൊക്കെ ടെക്നിക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക നോക്കാം. ഹൗ സ്ലീപ്പ് ഹെൽപ്സ് ദി ബോഡി. എന്താണ് നമ്മൾ നന്നായി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മെമ്മറി കൺസോളിഡേഷൻ, നമ്മളുടെ ഓർമ്മശക്തി ബെറ്റർ ആവുന്നു. അതാണ് നമ്മുടെ ബ്രെയിനിനെ ക്ലീനപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ ക്ലട്ടേർഡ് മൈൻഡ് എന്ന് പറയുന്നുള്ളൂ, ഈ ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർ ഒക്കെ ഇതിനകത്ത് അടുക്കി വെച്ച് അതിനകത്ത് ക്ലട്ടേർഡ് ഇതങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളൊക്കെ ഉള്ളിലായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങാനുള്ള രീതിയിലേക്ക് പ്രാക്ടിക്കലി വന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മെമ്മറി കൺസോളിഡേഷനിലേക്ക് എത്തുന്നു, ബ്രെയിൻ ക്ലീനപ്പ് ആവുന്നു, ഹോർമോണൽ ബാലൻസ് ഉണ്ടാകുന്നു. നമ്മൾ കണ്ടതാണ് ഏതെല്ലാം തരത്തിലുള്ള ഹോർമോൺ കെമിക്കലാണ് നമ്മുടെ നല്ല രീതിയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ എൻസൈംസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. സോ അതാണ് മെലറ്റോണിൻ, കോർട്ടിസോൾ എന്ന് പറയുന്ന നല്ല ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. സെല്ലുലാർ റിപ്പയർ, നമ്മുടെ കോശങ്ങളുടെ അങ്ങേയറ്റത്ത് പോയി നടക്കേണ്ട റിപ്പയറിംഗ് വർക്ക് നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ആൻഡ് ഇമ്മ്യൂൺ സപ്പോർട്ട്, ഇമ്മ്യൂണിറ്റി കൂടുന്നതും നമ്മൾ നന്നായിട്ട് ഉറങ്ങുകയും റിലാക്സ് ചെയ്യുമ്പോൾ. നമുക്ക് ഇതെല്ലാം നമ്മൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് പോലെ തന്നെ നമ്മൾ പകൽ സമയത്ത് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പഠിച്ചാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ ഇൻ ബിറ്റ്വീനും അത് ചെയ്യാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇരുന്ന് ഉറങ്ങുകയല്ല. ചില ആൾക്കാര് ഒന്ന് റിലാക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ഇതെല്ലാം പഠിക്കുന്ന വ്യക്തികൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നത് നമുക്ക്, അതാണ് ഒരു ബെറ്റർ സൈൻ എന്ന് പറയുന്നത്. സോ സ്ലീപ്പ് ഈസ് ആൻ ആക്റ്റീവ് റിപ്പയർ വിൻഡോ. റിപ്പയറിംഗ് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഉറങ്ങുന്ന സമയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ എത്ര നേരം ഉറങ്ങണം? മുതിർന്നവർ പറയുന്ന 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം. കാരണം നമ്മുടെ ശരീരത്തിലാണ് കൂടുതൽ കോശങ്ങൾ നശിക്കുന്നതും ആ നശിക്കുന്ന കോശങ്ങളെ റിപ്പയർ ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിലുള്ള ഡീജനറേറ്റീവ് ഡിസീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങി കൊടുത്താൽ മാത്രമേ, നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറയുന്ന ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ കൂടി കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങുകൂടി ചെയ്താൽ മാത്രമേ ഈ പോഷകങ്ങൾ പോയി നമ്മുടെ ശരീരത്തിലെ റിപ്പയറിംഗ് വർക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്തെല്ലാം കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ആണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത്. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇതെല്ലാം നല്ല രീതിയിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ
ഭക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തുക എന്ന് മനസ്സിലാക്കി. ഈ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യുന്നത്, എല്ലാം മെറ്റാബോളിക് ഫംഗ്ഷൻ നടത്തുന്നതെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇത് നമ്മുടെ ബ്ലഡിൽ ഈ ന്യൂട്രിയൻസ് ചെന്നതിന് ശേഷം നമ്മളൊന്ന് സമാധാനമായിട്ട് ഇരുന്നു കൊടുത്താലാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി കൊടുത്താലാണ് ഈ പറയുന്ന നമ്മുടെ ശരീരം സ്വയമേ ഈ പറയുന്ന ഡാമേജ് ആയ കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ സാധിക്കുക. അപ്പൊ മുതിർന്നവര് 9 മണിക്ക് 7 മുതൽ 9 വരെ മണിക്കൂർ ഉറങ്ങാൻ സാധിക്കുക. അത് സോളിഡ് ആയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പ്രായമായി കഴിയുമ്പോൾ ഇൻ ബിറ്റ്വീൻ യൂറിന് വേണ്ടി എഴുന്നേക്കേണ്ട വരും, അങ്ങനെയൊക്കെ ചെറിയ ഡിസ്റ്റർബൻസ് വരും. അതേസമയം നിങ്ങളൊന്ന് കിടന്ന് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഉറങ്ങി നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു 6 മണിക്കൂർ ഉറങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ബെറ്റർ സ്ലീപ്പ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് എന്ന് പറയുന്നത്. 9 മണിക്കൂർ ഉറങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അഡൽസും അതുപോലെ തന്നെയാണ്. ഓൾഡർ ജനറേഷൻ അതൊരു ഇതാണ് 6 to 9 hours. ടീനേജിനെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്നത് 8 മുതൽ 10 മണിക്കൂർ അവരുറങ്ങും. നമ്മുടെ കുട്ടികളെ നമ്മൾ വഴക്ക് പറഞ്ഞ് നേരത്തെ എഴുന്നേൽപ്പിക്കുകയല്ല വേണ്ടത്, അവരെ നേരത്തെ ഉറങ്ങാൻ ടീനേജിനോട് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ അവർ രാവിലെ കിടന്നുറങ്ങും. അവിടെയാണ് പ്രശ്നം വരുന്നത്. നേരത്തെ ഉറങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് നേരത്തെ എഴുന്നേക്കാൻ സാധിക്കുള്ളൂ. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. ഇതെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് അതൊരു ക്വാളിറ്റി സ്ലീപ്പ് നമ്മൾ ഉറക്കം ഓരോന്നിനും ആ ഒരു ടൈം വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അത് ഒരു ഹാബിറ്റായിട്ട് നമ്മുടെ ശരീരം തന്നെ അങ്ങ് അഡാപ്റ്റ് ചെയ്യും. ആ കറക്റ്റ് സമയം വരും, ഉറക്കം വരും, കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കും. ഇതൊരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ശരീരത്തിനുണ്ട്. ഉറക്കക്കുറവിന്റെ ഫലങ്ങൾ എന്താണ്? ഉറങ്ങാൻ പറ്റാതെ വന്നാലുള്ള പ്രശ്നങ്ങളാണ് ശ്രദ്ധയില്ലാതാവും, ഓർമ്മക്കുറവും, മാനസിക ചാഞ്ചാട്ടം വരും. ഇത് നമ്മളെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ജോലിയാണ്. അത് ഒരു വരുമാനം കിട്ടുന്ന ജോലിയെ സംബന്ധിച്ച് അത് വരുമാനം കുറയുന്ന അവസ്ഥയിലേക്ക് പോകും. ഒരു പ്രൊമോഷനും ബാധിക്കുന്നുണ്ടാവും. അത് പിന്നെ വീട്ടു പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ ഹൃദ്രോഗം, പ്രമേഹം, അമിതവണ്ണം അങ്ങനെയുള്ള സാധ്യതയിലേക്ക് പോകുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ, ഡ്രൈവിംഗ്, ജോലി പിശകൾ. നമ്മൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഈ രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവരെ ആ ജോലിയെ ബാധിക്കും. അത് ഡേഞ്ചറസ് ആണ്. അതുപോലെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സംബന്ധിച്ച് രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഡ്രൈവ് ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ച് സേഫ് ആയിട്ട് എത്താൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ ഇതെല്ലാം നമ്മൾ ഓരോന്ന് പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മളൊരു മനസ്സമാധാനം എന്ന സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. സോ നമുക്ക് നോക്കാം. സാധാരണ തടസ്സങ്ങൾ എന്താണ്? സ്ക്രീൻ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് കഫീൻ, നിക്കോട്ടിൻ. അതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഒരു സർട്ടൺ അവേഴ്സ് മുമ്പ്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്, കഫീൻ എന്ന് പറയുന്നത് നമുക്ക് ചായ, കോഫി ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഒരു 2-3 മണിക്കൂർ മുമ്പ് മാത്രമേ അത് കുടിക്കാവുള്ളൂ. അതുപോലെ സ്ക്രീനിൽ ബ്ലൂ ലൈറ്റ്, അനിയന്ത്രണമായ ഷെഡ്യൂൾ ഷിഫ്റ്റ് ജോലി. ഈ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നത് അവരെ എന്താന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി ഒരാഴ്ച നൈറ്റിൽ ഡ്യൂട്ടി ചെയ്യും, അതിനുശേഷം നെക്സ്റ്റ് വീക്ക് മുതൽ ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതൊക്കെ ആ ബോഡി ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നതാണ്. അവരെ സംബന്ധിച്ച് കൂടുതൽ സമ്മർദ്ദം, ഉത്കണ്ഠ, ഓവർ തിങ്കിങ്, അതുപോലെ ശബ്ദം, വെളിച്ചച്ചൂട്, ഇതെല്ലാം അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നവരിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ട് ജോലി എന്ന് പറയുന്നത് നേഴ്സസും പോലീസുകാരാണെന്ന് പറയും. ഗ്ലോബലി ഉള്ളതാണ്. അവർക്ക് ഈ ഡിഫറെന്റ് ഷിഫ്റ്റ്, അത് ഏത് സമയത്ത് ചെല്ലേണ്ട അവസ്ഥ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ശാരീരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ടഫായിട്ട് ജോലി ഇത് രണ്ടാണെന്നാണ് ഗ്ലോബലി പറയുന്നത്. ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഉറക്ക ശുചിത്വം എന്ന് പറയുന്നുണ്ട്. അടിസ്ഥാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം ഉറങ്ങുക, എഴുന്നേൽക്കുക, വാരാന്ത്യം ഉൾപ്പെടെ. ചില ആളുകൾ ജോലി കഴിഞ്ഞ് വന്ന ശനിയാഴ്ച ആയി കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച എഴുന്നേൽക്കുന്നത് 10 മണിക്കാണ്. നമ്മുടെ ആ ബോഡിയിലുള്ള ക്ലോക്ക്, ആ ബയോളജിക്കൽ ക്ലോക്കിന് ഡിസ്റ്റർബ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് തിങ്കളാഴ്ചയാണ് അധികം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ ഈ ഞായറാഴ്ച കിടന്നൊക്കെ ഉറങ്ങി പിന്നെ രാവിലെ ആ സിറ്റീസ് ജോലിക്ക് പോകേണ്ട വ്യക്തികളെ കറക്റ്റ് ടൈമിൽ എഴുന്നേക്കണം. ആ എഴുന്നേറ്റ് ഈ സ്ട്രെസ്സോട് കൂടി എഴുന്നേറ്റ് വരുമ്പോൾ ശാരീരികമായിട്ടും ചില പ്രശ്നം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസമാണ് ഗ്ലോബലി പല സ്ഥലത്തും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതെന്ന്
റിസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ആ ബയോളജിക്കൽ ക്ലോക്ക് വാരാന്ത്യമാണെങ്കിലും സൺഡേ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ആ സെയിം ടൈമിൽ ഒന്ന് എഴുന്നേൽക്കുക. അത് ആ ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയെടുക്കുക. കഫീൻ അവസാന ഡോസ് 6 മണിക്കൂർ മുമ്പ്, നമ്മൾ അവസാനത്തെ ചായ കോഫി കുടിക്കുന്നത് ഉറങ്ങുന്നതിന് 6 മണിക്കൂറെങ്കിലും മുമ്പായിരിക്കണം എന്നാണ് പറയുന്നത്. രാത്രി ലഘു ഭക്ഷണം, കഴിവതും സാലഡ്സ് കഴിക്കുക, അമിത ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളൊരു ശീലമാക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതെല്ലാവരെ സംബന്ധിച്ച് അത് അത്ര ഈസി ആയിരിക്കില്ല. കാരണം ഉച്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാത്ത വ്യക്തിയാണ്. കാരണം ഈ ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്ന ആൾക്കാരുമുണ്ട്. കഴിവതും ആ രീതിയിലേക്ക് വരിക എന്നാണ് പറയുന്നത്. ഇനി ബെഡ്റൂമിലെ ക്രമീകരണമാണ്. നമുക്ക് ഇരുണ്ട വെളിച്ചമായിരിക്കണം, ബ്ലാക്ക് ഔട്ട് ആയിരിക്കണം, കർട്ടൻ ഇതെല്ലാം, അല്ലെങ്കിൽ വെളിച്ചമുള്ള സ്ഥലത്താണെങ്കിൽ കണ്ണിലൊരു മാസ്ക് വെക്കിച്ച് ഉറങ്ങുക. അതൊക്കെ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റൂം തന്നെ നമ്മൾക്ക് വെളിച്ചമില്ലാത്ത ആക്കി ഉറങ്ങുക എന്നുള്ളത് ശാന്തമായി ഉറങ്ങാൻ സഹായിക്കുന്നത്. ഇയർ പ്ലഗ് ഉപയോഗിക്കുന്ന, സൗണ്ട് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇയർ പ്ലഗ്, ചെവിയിൽ 2 പ്ലഗ് ഉപയോഗിക്കുന്ന രീതി നമുക്ക് അവലംബിക്കാം. അതുപോലുള്ള കാര്യങ്ങൾ. തണുപ്പാണെങ്കിൽ നമുക്ക് ആ കൂടുതൽ തണുപ്പും കൂടുതൽ ചൂടും അതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അത് നമ്മളെ ശരീരം അഡാപ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതെല്ലാം ത്രൂ ഔട്ട് 365 ദിവസം 18 മുതൽ 24 ഉള്ള ടെമ്പറേച്ചറിൽ കഴിയണമെന്നല്ല ഇത് പറയുന്നത്. നമ്മൾ സമ്മറായി കഴിയുമ്പോൾ, ചൂടാവുന്ന സമയത്ത് നമ്മുടെ ശരീരം ചൂടിനോട്, എന്തിനാണ് പ്രകൃതി പല കാലാവസ്ഥ തന്നിരിക്കുന്നത്, അതിനോടോ എല്ലാത്തിനോടും നമ്മൾ താതാത്മ്യപ്പെട്ടു പോകണം. എന്തിനു മഴ വരുമ്പോൾ അതുമായിട്ട്. നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ തണുപ്പ് സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തണുപ്പ് ആ വിന്റർ തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് മുതലാണ് അവർ ശരിക്കും സ്വെറ്റർ ഉപയോഗിക്കുന്നത്. നമ്മുടെ മലയാളികൾ ആ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നല്ല സ്റ്റീൽ ബോഡിയാണെന്ന് പറഞ്ഞാൽ ഒരു സ്വെറ്റർ ഇടില്ല. ആ സമയത്തൊക്കെ നോർത്ത് ഇന്ത്യൻസ് അവർ പറയും, ഈ വിന്റർ തണുപ്പ് തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്വെറ്റർ ഉപയോഗിക്കുക, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ആ ടെമ്പറേച്ചർ ചേഞ്ച് നടക്കുന്നത്. ആ ചേഞ്ച് നടക്കുമ്പോൾ വേണം നിങ്ങളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതിനുശേഷം പീക്കായിട്ട് ഒരു ഡിസംബറൊക്കെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ സ്വെറ്റർ ഊരിക്കും. അപ്പോഴത്തേനും നമ്മുടെ ശരീരം ആ കാലാവസ്ഥയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ താതാത്മ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങളിത് സ്വെറ്റർ ഇല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങി നടന്നാലും വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എല്ലാ കാലാവസ്ഥയും നമ്മുടെ ആ ശാരീരികമായിട്ട്, അപ്പൊ നമ്മൾ ആ പ്രൊട്ടക്ഷൻ എടുക്കേണ്ട സമയത്ത് എടുക്കുക. എപ്പോഴും ഇപ്പൊ ചൂട് കാലത്താണെങ്കിൽ നമ്മൾ എ സി എന്ന് പറയുന്നത് അടച്ചിട്ട മുറിയിലാണ്, നമ്മൾ ശരിയായ ഓക്സിജൻ ഇല്ലാതെയാണ് നമ്മൾ കഴിയുന്നത്. കഴിവതും പകൽ സമയത്ത് വിൻഡോ തുറന്നിട്ട് ക്രോസ് വെന്റിലേഷൻ ഉണ്ടാക്കി റൂമിനകത്ത് വായുസഞ്ചാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ് നമ്മൾ കംഫർട്ടിലേക്ക് കൂടുതൽ കംഫർട്ടിലേക്ക് ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തറയിൽ കിടന്നിരുന്ന പായ വിരിച്ച് കിടന്നിരുന്നു. അതിൽ നിന്നും മെത്തപ്പായ ഉണ്ടായി. മെത്തപ്പായിൽ നിന്ന് പിന്നെ കോട്ടൺ ഉപയോഗിച്ചിട്ടുണ്ട്, കോട്ടൺ ബെഡ് ഉപയോഗിച്ചു. അതിനുശേഷം പിന്നെ അത് സോഫ്റ്റ് ആയി കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് പലർക്കും ഈ നടുവേദനയൊക്കെ തുടങ്ങിയത്. ആ നടുവേദന വന്നു കഴിഞ്ഞപ്പോൾ പല ചികിത്സകളും ചെയ്ത് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾക്ക് നടുവേദന ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ബെഡാണെന്ന്. പിന്നെ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഓർത്തോ ബെഡ് എന്ന് പറഞ്ഞ വന്നു. യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾക്ക് ബെഡില്ലാതിരുന്ന സമയത്ത് നമ്മൾ ഒത്തിരി പരിഭവം, എന്താ എനിക്കൊന്നും ബെഡില്ല, കാശുള്ള ആളുകളുടെ വീട്ടിൽ അവർക്കൊക്കെ ബെഡുണ്ട് എന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികൾ. അവർക്കൊക്കെ നടുവേദന വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ബെഡ് മാറ്റി പലകയിൽ കിടക്കാൻ പറഞ്ഞു. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനാണ്. അങ്ങനെ വരുമ്പോ ആ പലകയിൽ കിടക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് മാനസികമായിട്ട് പ്രശ്നമില്ല. കാരണം നമ്മൾക്കൊരു ബെഡ് ഇല്ലെങ്കിൽ നമ്മൾ പരിതപിക്കുന്നു. അതേസമയം നടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പലകയിൽ കിടക്കാൻ നമ്മൾ അതിലേക്ക് ആയിത്തീരുന്നു. ഒരു പരിഭവം ഇല്ലാതെ നമ്മൾ അത് കിടക്കുന്നു. അത് ആ കംഫർട്ടിലേക്ക് പോകുന്നത് മാത്രമല്ല, നമ്മുടെ മാനസികമായിട്ട് എത്രമാത്രം ആയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് എന്നാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സന്ധ്യ ആയി കഴിയുമ്പോഴുള്ള റൊട്ടീൻ ഒരു അരമണിക്കൂർ മിനിറ്റ് ലൈറ്റ് മങ്ങിക്കുക, സ്ക്രീൻ കുറയ്ക്കുക, നൈറ്റ് മോഡിലാക്കുക. സ്ക്രീനൊക്കെ നൈറ്റ് മോഡിലാക്കുക. ചൂടുവെള്ളത്തിലുള്ളത് കുടിക്കുന്നത് നന്നായിരിക്കും. ലഘുവായിട്ട് സ്ട്രെച്ചിങ് ആൻഡ് യോഗയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു എന്താ പറയുന്നത് എറോബിക് പോലെയുള്ള എക്സർസൈസിൽ ഇതെല്ലാം യോഗയിൽ അധികം അവർ ഫോളോ ചെയ്യുന്നത് സ്ട്രെച്ച് ചെയ്യുക, ബെൻഡ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ബെൻഡ് ചെയ്യുക, ഡീപ് ബ്രീത്ത് എടുക്കുക. ഇതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഒരു നല്ല ബുക്കുകൾ വായിക്കുക, പോസിറ്റീവ്ലി ഡെവലപ്പ് ചെയ്യുന്ന ബുക്കുകൾ വായിക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന്
ഒരു മൈൻഡിൽ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ രാത്രി ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾക്ക് ഒരു പ്ലാനിങ്, നാളത്തെ കുറിച്ച് ഒരു പ്ലാനിങ് ഉണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നാളെ എഴുന്നേറ്റ് എന്ത് ചെയ്യും എന്ന് വെപ്രാളപ്പെട്ട് എഴുന്നേൽക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയാണ് നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. വേഗത്തിൽ ഉറങ്ങാനുള്ള സാങ്കേതികതകൾ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റിൽ ഉറക്കം ഇല്ലെങ്കിൽ എഴുന്നേറ്റ് ശാന്തമായി ഒന്ന് എഴുന്നേറ്റിരിക്കുക എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക, ബോക്സ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണ്? 4 സെക്കൻഡ് എടുത്ത് ഇൻഹേൽ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. നമ്മൾ 1 and 2 and 3 and കൗണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ഓരോ സെക്കൻഡാണ്. 1 and 2 എന്ന് പറയുന്ന ഒരു സെക്കൻഡാണ്. അപ്പൊ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യുക, അങ്ങനെ 4 സെക്കൻഡ് കൊണ്ട് ഇൻഹേൽ ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ എക്സൈൽ 4 സെക്കൻഡ് കൊണ്ട് എക്സൈൽ ചെയ്യുക, അതിനുശേഷം ഹോൾഡ് ചെയ്യുക 4 സെക്കൻഡ്. അതാണ് ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് 1, 2, 3, 4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, പ്രോഗ്രസീവ് മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിലാക്സേഷൻ ടെക്നിക്ക് നമ്മൾ പഠിച്ചു. ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിന് കൂടെ തന്നെ നമ്മൾ ആ ഓരോ നമ്മളുടെ മസിൽസും റിലാക്സ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് ഉപയോഗിക്കാം. ക്ലോക്ക് നോക്കുക, സമയത്രയായി നോക്കി വറി ചെയ്യാതെ നമ്മൾ ഒരു സമയത്തിന് പോയി ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ ഈ പ്രോസസ്സ് സയന്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്രോസസ്സ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക, റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോകുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള പല ആൾക്കാരും പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴൊക്കെ ഈ പറയുന്ന രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ മെഡിറ്റേഷൻ നമ്മുടെ കോഴ്സിലുള്ള മെഡിറ്റേഷൻ കേട്ടുകൊണ്ട് അത് പകുതി ആവുമ്പോഴത്തേനും ആളുകൾ ഉറങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾക്ക് ആൾക്കാർ അവർ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. പകൽ ശീലങ്ങൾ: പ്രഭാതത്തിൽ സൂര്യപ്രകാശം ഒരു 10-20 മിനിറ്റ് സൂര്യപ്രകാശം ഏൽക്കാൻ തയ്യാറാകുക. സ്ഥിരമായ വ്യായാമം രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ അത് നമ്മൾ ചെയ്യുക. പകൽ സമയത്ത് ഒരു ചെറിയ മയക്കം നല്ലതായിരിക്കും. അതുപോലെ തന്നെ കഫീൻ എന്ന് പറയുന്ന കോഫി ടീയും കുടിക്കുന്ന വൈകിട്ട് ഒഴിവാക്കുക. ഇതെല്ലാമാണ് നമുക്ക് സയന്റിഫിക് ആയിട്ട് ചെയ്യാറ്. ഒരാഴ്ച പ്ലാൻ ചെയ്യുക. സ്ഥിരമായ ബെഡ് വേക്ക് സമയം എന്ന് പറഞ്ഞാൽ ബെഡിലേക്ക് പോകുന്ന സമയം, നമ്മൾ വേക്കപ്പ് ആവുന്ന സമയവും നമ്മൾ ഫിക്സ് ചെയ്ത് അതനുസരിച്ച് ഒരു കൃത്യസമയത്തായിട്ട് എഴുന്നേക്കുക. 60 മിനിറ്റ് മുമ്പ് സ്ക്രീൻ ഓഫ് ചെയ്യുക. പ്രഭാത ലൈറ്റ് 10 മിനിറ്റ് നടക്കാൻ, ഒരു 10-20 മിനിറ്റ് നിങ്ങൾക്ക് നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ്. അതേപോലെ തന്നെ രാത്രി ഒരു 4, 5, 6, 7 പ്രാവശ്യം ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് റീക്യാപ്പ്. ഉറക്കമാണ് ആരോഗ്യത്തിന്റെ കീ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മൂലക്കല്ല് എന്ന് പറയുന്ന തടസ്സങ്ങൾ. കുറച്ച് ശീലങ്ങൾ ശക്തിപ്പെടുത്തുക. പകൽ നൈറ്റ് ചലനം, രാത്രി ശാന്തതയായിരിക്കും. അതുപോലെ നമ്മളുടെ ചലിക്കേണ്ട ശരീരമാണ്. പകലാണ് നമ്മൾ ചലിക്കേണ്ടത്, രാത്രി നമ്മൾ റിലാക്സ് ചെയ്ത് ഉറങ്ങി കൊടുക്കുക. നമ്മുടെ ശരീരം തന്നെ നമ്മളെ റിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഇതാണ് റിലാക്സ് ചെയ്യാനും ശാന്തമായി ഉറങ്ങാനുമുള്ള ടെക്നിക്ക്. ഇതും നമ്മുടെ ഹാബിറ്റ് ആക്കി എടുക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു.